പതിരാമണിൽ എത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിന് മുന്നേ ഇതിന് 20 രൂപയായിരുന്നു ചാർജ്. ഇപ്പോൾ 50 രൂപയ്ക്കായിട്ട് 30 രൂപയൊക്കെ ആയിട്ട് വർദ്ധിപ്പിച്ച്. അതിൽ ഒത്തിരി നന്ദിയുണ്ട് നമ്മുടെ പിണറായി സർക്കാരിനോട്. ഇപ്പോൾ പമ്പ നദി കൂടെ കുറേ അതുവഴി കണക്ട് ചെയ്തൊക്കെ നമ്മൾ വന്നത്. അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ പോയി. എനിക്കൊന്നും പറയില്ല, സംഭവമുള്ള അടിപൊളി എന്ന് എനിക്ക് പറയാനുള്ളൂ. ഹായ് മച്ചന്മാരെ, ഇന്ന് നമ്മൾ പോകുന്നത് ആലപ്പുഴ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പതിരാമണലിലേക്കാണ്. 5 മണിക്കൂർ കായൽ കൂടിയുള്ള യാത്രയാണ്. വേഗ ടു ബോട്ട് സർവീസ് ഗവൺമെൻറ് ഏകദേശം 2 കോടി മുതൽ മുടക്കുള്ള ലക്ഷറി ബോട്ട് സർവീസാണ്. KSRTC ബസ് ഡിപ്പോയിൽ നിന്ന് ഏകദേശം 60 മീറ്റർ മാറിയാണ് മാതാ ബോട്ട് ജെട്ടിലാണ് സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിലവിലുള്ള ആലപ്പുഴ ബോട്ട് ജെട്ടിയുടെ പണി നടക്കുന്നതുകൊണ്ടാണ് ഇങ്ങോട്ട് സർവീസ് താൽക്കാലിക അടിസ്ഥാനത്തിൽ മാറ്റിയത്. അതുപോലെ തന്നെ കുട്ടനാട് ബോട്ട് ഈ കാലത്തെയാണ് നിർത്തിയിരിക്കുന്നത്. വേഗ ടു ബോട്ട് ജെട്ടിൽ AC നോൺ AC ഒക്കെ ഉണ്ട്. AC തന്നെ 600ഉം നോൺ AC ആണ് 400ആണ്. 2020 വേഗ ബോട്ട് സർവീസ് ആലപ്പുഴയിൽ ആരംഭിച്ചിട്ട് COVID-19 കാരണം സർവീസ് കുറച്ച് കാലം നിർത്തിവെച്ചിരിക്കും. 2020 ഡിസംബർ പുനരാപിച്ചു. എയർ കണ്ടീഷൻ ചെയ്തതും അല്ലാത്തതുമായ സീറ്റുകളുണ്ട്. ഏകദേശം 120 പേർക്കാണ് ഒരേ സമയം യാത്ര ചെയ്യാൻ പറ്റുന്ന സൗകര്യം എന്ന് പറയപ്പെടുന്നത്. മച്ചം പറഞ്ഞാൽ ഇത് കയറിയിട്ട് ഞാൻ ബാക്കിയൊക്കെയുള്ള കാര്യങ്ങൾ പറയാം. അങ്ങനെയൊക്കെ വേണം, എനിക്കറിയില്ല, നോക്കാം. സ്വകാര്യ ഹൗസ്ബോട്ടുകളെ അപേക്ഷിച്ച് കുറഞ്ഞ രീതിയിലുള്ള കായൽ സൗന്ദര്യം ആസ്വദിക്കാൻ സഞ്ചാരികളെ സഹായിക്കുന്നതും എന്നാണ് ഇതിൻ്റെ ഒരു പ്രധാനം. കുടുംബശ്രീ മിഷനുമായി സഹകരിച്ച് ബോട്ടിൽ ലഘുഭക്ഷണങ്ങളും ഉച്ചഭക്ഷണമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. കൂടെ ഐസ്ക്രീമൊക്കെ ഉണ്ട്. ഈ ബോട്ട് ആരംഭിച്ച ശേഷം പൊതുവെ സഞ്ചാരികൾക്ക് ആകർഷണമായി മാറിയിട്ടുണ്ട് പൊതുവെയുള്ള അഭിപ്രായം. ആലപ്പുഴയിൽ നിന്നും 10 മണിയോടുകൂടി ബോട്ട് സർവീസ് സ്റ്റാർട്ട് ചെയ്യും. തിരിച്ച് 4 മണിയോടുകൂടി ആലപ്പുഴ ബോട്ട് ചെയ്തിട്ട് തിരിച്ചെത്തും. അങ്ങനെയുള്ളൊരു നീണ്ട യാത്രയും കുറച്ച് കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളായിട്ട് നമ്മളിപ്പോൾ പോകും. അപ്പം ബാക്കി വിശേഷങ്ങളെ പിന്നെ ഇരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. അപ്പൊ പ്രിയപ്പെട്ടവരെ, എല്ലാവരും റെഡിയല്ലേ? ഉഷാറല്ലേ? ഓക്കെ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെയൊക്കെ ജീവിതത്തിന്റെ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് ഒരു അവധി ദിനത്തിൽ ഈ ഞായറാഴ്ച മനോഹരമായ ഈ രാവിലെ ഒരു അവധി ദിനം കണ്ടെത്തി ഈ വേമ്പനാട് കായൽ കാഴ്ചകൾ കാണുവാൻ, കുട്ടനാടൻ കാണാ കാഴ്ചകൾ കാണുവാൻ ഈ സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ ഈ വേഗാറ്റു എന്ന പേരുള്ള ഈ ഉല്ലാസ നൗകയിലേക്ക്, ടൂറിസം ബോട്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഏറെ സ്നേഹത്തോടെ, അതിലേറെ ആദരവോടെ ഈ ബോട്ടിലേക്ക് ഊഷ്മളമായ സ്വാഗതം ആശംസിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. പ്രിയമുള്ളവരെ, നമ്മളൊരു 5 മണിക്കൂർ നീളുന്ന യാത്രയാണ് ഇപ്പോൾ ഇവിടെ നിന്നും ആരംഭിക്കുന്നത്. ഈ യാത്ര ആരംഭിക്കുന്നതിന് മുന്നോടിയായി യാത്രയെ കുറിച്ച് ഒരു ലഘു വിവരണം നിങ്ങളുടെ അറിവിലേക്കായി നൽകുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് ആലപ്പുഴയിൽ വാടൈ കനാൽ എന്ന പേരുള്ള ഒരു കനാലിലാണ്. നിങ്ങൾക്കറിയുന്നത് പോലെ ആലപ്പുഴയ്ക്ക് മറ്റൊരു മനോഹരമായ വിളിപ്പേരുണ്ട്. അത് കിഴക്കിന്റെ വെനീസ് എന്നാണ്. അങ്ങനെ ആ വിളിപ്പേര് വരുവാനുള്ള കാരണങ്ങളിലൊന്ന് ഇത്തരത്തിലുള്ള കനാലുകളും തോടുകളും ഒക്കെ ആലപ്പുഴ പട്ടണത്തിൽ ഉള്ളത് കൊണ്ട് കൂടിയാണ്. യൂറോപ്യൻ നഗരമായ, ഇറ്റാലിയൻ നഗരമായ വെനീസ് നഗരത്തിൽ നമുക്ക് ഇത്തരത്തിൽ കനാലുകളും തോടുകളും ഒക്കെ കാണുവാൻ കഴിയും. ഈ 2 പട്ടണങ്ങൾ തമ്മിലുള്ള സാമ്യത തിരിച്ചറിഞ്ഞ് ആലപ്പുഴയെ ആദ്യമായി കിഴക്കിന്റെ വെനീസ് എന്ന് വിളിച്ചത് പണ്ട് ബ്രിട്ടീഷ് ഭരണകാലത്ത് വൈസ്രോയി ആയിരുന്ന ലോർഡ് കഴ്സൺ പ്രഭുവാണ് ആദ്യമായി ആലപ്പുഴയെ കിഴക്കിന്റെ വെനീസ് എന്ന് വിളിച്ചത്. ഇവിടെ ഈ ഇത്തരത്തിൽ കനാലുകളും തോടുകളും ഒക്കെ നിർമ്മിക്കുവാനുള്ള പ്രധാനപ്പെട്ട കാരണം, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിങ്ങൾക്ക് അറിയുന്നതാണ്, ആലപ്പുഴ ഒരു തുറമുഖ നഗരമായിരുന്നു. കിഴക്കൻ മേഖലകൾ, ഹൈറേഞ്ചിൽ, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി പോലുള്ള ഹൈറേഞ്ച് മേഖലകളിൽ വിളയുന്ന നാണ്യവിളകളും മറ്റ് അനുബന്ധ മലഞ്ചരക്കുകളുമെല്ലാം ജലമാർഗം ആലപ്പുഴയിലേക്ക് എത്തിക്കുന്നതിനായാണ് ഈ കനാലുകളും തോടുകളും ഒക്കെ ആലപ്പുഴ പട്ടണത്തിൽ നിർമ്മിക്കപ്പെട്ടത്. ഇതിനൊക്കെ മുൻകൈയെടുത്തത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തിരുവിതാംകൂർ ദിവാനായിരുന്ന രാജാ കേശവദാസ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളാണ് ആലപ്പുഴ പട്ടണത്തെ ഇന്ന് ഈ കാണുന്ന രൂപത്തിലേക്ക്, ഈ കനാലുകളും തോടുകളും ഒക്കെ പാലങ്ങളും ഒക്കെ നിർമ്മിക്കുവാൻ നൂറ്റാണ്ടുകൾക്ക് മുൻകൈയെടുത്തത് തിരുവിതാംകൂർ ദിവാനായിരുന്ന രാജാ കേശവദാസാണ്. അതുകൊണ്ട് തന്നെ ആലപ്പുഴ പട്ടണത്തിന്റെ ശില്പി എന്നാണ് ചരിത്രത്തിൽ അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അങ്ങനെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രാജാ കേശവദാസിന്റെ നേതൃത്വത്തിൽ നിർമ്മിക്കപ്പെട്ട ആലപ്പുഴയിലെ പ്രശസ്തമായ കനാലുകളിൽ ഒന്നായ ഈ വാടൈ കനാലിൽ നിന്നും നമ്മളുടെ 5 മണിക്കൂർ നീളുന്ന ഈ ഉല്ലാസയാത്ര, ഈ ജലയാത്ര ഇപ്പോൾ ഇവിടെ നിന്നും ആരംഭിക്കുകയാണ്. ഏകദേശം ഒരു 5 മിനിറ്റോളം സഞ്ചരിച്ചു കഴിയുമ്പോൾ നമ്മൾ ആദ്യമായി എത്തിച്ചേരുന്നത് ആലപ്പുഴയിലെ തന്നെ
നടക്കുന്ന റേസിംഗ് ട്രാക്കിന്റെ ഫിനിഷ്, വള്ളംകളി ഫിനിഷ് ചെയ്യുന്ന മേഖലയിലേക്ക് നമ്മൾ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഇടത് ഭാഗത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന ഒരു പ്രദേശമാണ് വള്ളംകളി ഫിനിഷ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്തിന്റെ പ്രാദേശിക നാമം ഫിനിഷിംഗ് പോയിന്റ് എന്നാണ്. അവിടെ ഒരു ഗോൾഡൻ കളറിലൊരു പ്രതിമ നിങ്ങൾക്ക് കാണുവാനാകും. അത് ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ നെഹ്റു ട്രോഫി ജലമേള നടക്കുന്നത്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ഒരു ഗോൾഡൻ കളറിലുള്ള പ്രതിമ കാണാം. അതിനും ഇപ്പുറത്തായി നെഹ്റു പവലിയനാണ് ഈ ഇടത് ഭാഗത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത്. വള്ളംകളി കാണുവാനായി വരുന്ന പ്രധാനപ്പെട്ട വ്യക്തികളെല്ലാം ഇന്ത്യയുടെ ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ തെണ്ടുൽക്കർ, അല്ലെങ്കിൽ ഇന്ത്യയുടെ വിവിധ രാഷ്ട്രപതിമാർ, ഉപരാഷ്ട്രപതിമാർ, വിവിധ കേന്ദ്രമന്ത്രിമാർ, സംസ്ഥാന മന്ത്രിമാർ, അങ്ങനെ വിഐപികളെല്ലാം വന്നിരുന്ന് കളി കാണുന്ന ഒരു നെഹ്റു പവലിയനാണ് ഇടത് ഭാഗത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത്. അതിനും അപ്പുറത്തായി നിങ്ങൾക്ക് മനോഹരമായ മറ്റൊരു കാഴ്ച കാണുവാൻ പറ്റും. കേരള ടൂറിസം വ്യവസായത്തിന്റെ ഒരു നട്ടെല്ലെന്ന് തന്നെ പറയാവുന്ന ടൂറിസം വ്യവസായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് ആലപ്പുഴയിലെ ഹൗസ് ബോട്ട് വ്യവസായം. അതിന്റെ ഭാഗമായുള്ള ആലപ്പുഴയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൗസ് ബോട്ട് ടെർമിനലാണ് ഇടത് ഭാഗത്തേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണുവാനാവുക. ഏകദേശം ഫുഡ് കോർട്ട് നോൺ AC ക്യാബിനിൽ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമായ ചായ, കോഫി, സ്നാക്സ്, ഐസ്ക്രീംസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ ലഭ്യമാണ്. ആവശ്യാനുസരണം അതിന്റെ സേവനം പ്രയോജനപ്പെടുത്തുവാൻ എല്ലാ പ്രിയ സഞ്ചാരികളോടും അഭ്യർത്ഥിക്കുകയാണ്. നദികൾ വന്ന് ഒഴുകിച്ചേരുന്ന അവയുടെ പതനസ്ഥാനം, അവയുടെ സംഗമസ്ഥാനം കൂടിയാണ് വേമ്പനാട് കായൽ എന്ന വലിയ ജലാശയം. ഇതുകൂടാതെ നമ്മുടെ സംസ്ഥാനത്തിന്റെ അതേപോലെ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നമുക്ക് ഈ ബോട്ടിന്റെ ഇരു ഭാഗങ്ങളിലുമായി ഓറഞ്ച് നിറത്തിലും പച്ച നിറത്തിലുമുള്ള ലൈഫ് ബോയകൾ, ദീപകണക്കെയുള്ള പ്ലാസ്റ്റിക് വസ്തുക്കൾ പൊങ്ങിക്കിടക്കുന്നത് കാണുവാനാകും. ഇപ്പോൾ ഈ ബോട്ടിന്റെ മുൻഭാഗത്ത് വലത് ഭാഗത്തായി AC ക്യാബിനുള്ളവർക്ക് ഇപ്പോൾ തന്നെ കാണാൻ ശ്രദ്ധിക്കുന്നത് ഒരു നാഷണൽ ഹൈവേയിലൂടെ നമുക്ക് റോഡ് മാർഗം, കരമാർഗം നാഷണൽ ഹൈവേ ദേശീയപാതയുള്ളതുപോലെ തന്നെ ജലമാർഗവും ദേശീയപാതയുണ്ട്. നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ ജല
പാതിരമണ്ഡലം അവിടെയാണേ. ഉൾത്താറായി പാതിരമണ്ഡലം. അടിപൊളി കാഴ്ചയാണ്. ഇപ്പം പതിരമണി എത്താറായി. പതിരമണി ഇവർ പറയുന്ന അരമണിക്കൂറാണ്. പക്ഷേ നോർമലി ഇതിനകത്ത് അറിയില്ല. അരമണിക്കൂർ പറയുന്നുണ്ടെങ്കിൽ അപ്പം നമ്മൾ ബോട്ടിൻ്റെ അകത്തേക്ക് പോവുകയാണ്. ഇപ്പം നമ്മൾ കുറച്ച് മുന്നേ ബോട്ടിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്നായിരുന്നു. അവിടെ നമുക്ക് ഒരു അരമണിക്കൂർ ഒരു ടീമിന് പറഞ്ഞിരിക്കുന്നത്. ഫ്രണ്ടിൽ പോയി നിന്നാൽ നല്ല വ്യൂ ആണ്. ബോട്ടിൻ്റെ ഫ്രണ്ട് വ്യൂ അവിടെ പോയി നിൽക്കാനുള്ള സ്പേസ് ഉണ്ട്. അതാണ്ട് ഒരു 20 പേർക്ക് ഏകദേശം നമുക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞാൽ അടുത്ത 20 പേര്. അപ്പോൾ ബോട്ടിൽ ഒത്തിരി പേരുണ്ടല്ലോ, എല്ലാവർക്കും നമ്മൾ അവിടെ പോയി നിൽക്കണ്ടേ. അതിനുവേണ്ടിയാണ് ഇവർ ഒരു ടീമിന്, അതായത് ഒരു ബാച്ചിന് അരമണിക്കൂർ പറഞ്ഞിരിക്കും. അതിന് അടുത്ത ബാച്ചായിട്ട് കയറി ബാച്ചായിട്ട് കയറാൻ പറ്റും. അതായത് ഒരു ബാച്ചിന് 20-25 വെച്ച് കയറാൻ പറ്റും, അത്രേ ഉള്ളൂ. അപ്പോൾ അവിടെ പോയി കണ്ട് ഫോട്ടോ എടുക്കുന്നവർക്ക് ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക. അതെല്ലാം കഴിഞ്ഞിട്ട് അടുത്ത ബാച്ച് കയറും. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ലോകത്തിന്റെ യാത്രകളുണ്ട്. അപ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന യാത്രികരാണ്. നമ്മളൊക്കെ തമ്മിലൊരു അപരിചിതത്വം, പിന്നെ ഒരു അകലം നമ്മളുണ്ട്. അതൊന്ന് മാറ്റിവെച്ച് നമുക്ക് എല്ലാവരും ഒരു യാത്രയുടെ നൂറൊന്ന് മാറ്റണം, ഒന്ന് വൈകാക്കണം. അതിനു വേണ്ടിയിട്ടുള്ളൊരു ഡാൻസ് പാട്ടുകൾ ചെയ്ത്, അപ്പൊ അതിനൊപ്പം എല്ലാവരും ഒന്ന് ഈ പാട്ടിനൊപ്പം ഒന്ന് ഡാൻസ് ചെയ്ത് ഒന്ന് ഉഷാറായി കൂടണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അതിലേക്ക് കടക്കുകയാണ്. ഈ സീറ്റിൽ ഇരിക്കുന്നവരെല്ലാം ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് എഴുന്നേൽക്കുകയാണ്. പ്ലീസ് ഇവിടെ നിൽക്കാതെ പ്ലീസ്. മക്കളൊക്കെ കയറിയില്ല. പറഞ്ഞ ആരുകളെ പറഞ്ഞ ആരുകളെ ഓക്കെ. അപ്പൊ നമുക്കൊരു അടിച്ചുപൊളി മലയാള ഇന്നത്തെ ദിവസമാണെന്ന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. മലയാള സിനിമയിൽ നടന്ന ഏറ്റവും വലിയൊരു സംഭവത്തോടു കൂടിയാണ് പുലർന്നത്. എന്താണെന്ന് അറിയാതെ നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടന്റെ ദാദാസാഹിബ് ഫാൽക്കെ. അപ്പൊ ലാലേട്ടന്റെ എക്കാലത്തെ മികച്ച ഒരു അടിച്ചുപൊളി പാട്ടിട്ട് നമുക്ക് അദ്ദേഹത്തിന് ഒരു ആദരം കൊടുക്കാം. റെഡിയല്ലേ? വേലായുധ ഹരോഹര. ശൂരൻ പടയുടെ ചെമ്പട കൊട്ടിക്കോലം തുള്ളും താളം, വീരൻ പടയുടെ വൻമുടി ഏറ്റിക്കൊട്ടിക്കേറും താളം. ഇത് മുള്ളൻ കൊല്ലിക്കുന്നിൻ മേലെ കാവടിയേന്തും മേളം. ഇന്നക്കരയുള്ളവൻ ഇക്കരയെത്തും തക്കിടി തകിലടി മേളം. ഇത് മാമലമേലെ സൂര്യനുദിക്കും പുലരിക്കതിരിൻ വെള്ളിത്തേര്. കാടും മലയും പുഴയും കടന്ന് കയറി വരുന്നൊരു വള്ളിത്തേരാണേ. വേൽമുരുകാ ഹരോഹരാഹോ, വേലായുധാ ഹരോഹരാഹോ, വേൽമുരുകാ ഹരോഹരാഹോ, വേലായുധാ ഹരോഹര. ശൂരൻ പടയുടെ ചെമ്പട കൊട്ടിക്കോലം തുള്ളും താളം, വീരൻ പടയുടെ വൻമുടി ഏറ്റിക്കൊട്ടിക്കേറും താളം. ഇത് പുള്ളൻ കൊല്ലിക്കുന്നിൻ മേലെ കാവടിയേന്തും മേളം. ഇന്നക്കരയുള്ളവൻ ഇക്കരയെത്തും തക്കിടി തകിലടി മേളം. ഇത് മാമലമേലെ സൂര്യനുദിക്കും പുലരിക്കതിരിൻ വെള്ളിത്തേര്. കാടും മലയും പുഴയും കടന്ന് കയറി വരുന്നൊരു വള്ളിത്തേരാണേ. വേൽമുരുകാ ഹരോഹരാഹോ, വേലായുധാ ഹരോഹരാഹോ, വേൽമുരുകാ ഹരോഹരാഹോ, വേലായുധാ ഹരോഹര.
തിരുവന്നൂരിൽ വടിവേലൻ വന്നു ഈ ശൂരപത്മന്റെ ശൗര്യമടക്കാനല്ലോ സേനാപതിയായി തിരുമുരുകൻ വന്നു പടിയാറും കേറിച്ചെന്നാലമ്പലമുണ്ടേ തേരും തിരയുമുണ്ടേ മുടിവട്ടം മുടിയിൽ കാട്ടുന്നു തോക്കെല്ലാം തെയ്യത്തിന്റെ ഹരിയുണ്ടേ വെற்றிവേൽ മുരുക മുരുക വേൽ മുരുക ഹരോഹര. പതിരാമണിലെത്തിരിക്കുകയാണ്. ആ ബോട്ടിൽ കയറിയപ്പോൾ അദ്ദേഹം കുറേ ഈ ഹിസ്റ്ററിയൊക്കെ പറഞ്ഞു. അപ്പോൾ അതുപോലെ പതിരാമണിനെ പറ്റി ഞാനൊരു ഹിസ്റ്ററി പറയാം. അതായത് ആലപ്പുഴ ജില്ലയിൽ വേമ്പനാട്ട് കായലിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപാണ് പതിരാമണൽ. ഇതിന് പിന്നിൽ ഒരു രഹസ്യമായ ഐതിഹ്യമുണ്ട്. ആ കഥ കൂടി ഞാൻ പറയാം. വിശ്വാസമനുസരിച്ച് പ്രസിദ്ധമായ വിൽമംഗലത്ത് സ്വാമിയർ വേമ്പനാട്ട് കായലോട് വഞ്ചിയിൽ യാത്ര ചെയ്തപ്പോൾ സന്ധ്യാവന്ദനം ചെയ്തതിനായി ആ സ്ഥലം വേണമെന്ന് ആഗ്രഹിച്ചു. അപ്പോൾ കായൽ വഴി മാറി അക്കരെ ഉയർന്നു വന്നു. അതാണ് പതിരാമണലിനെ പറ്റിയൊരു ഐതിഹ്യം. ഇന്നത്തെ ചരിത്രം നോക്കിയാൽ പണ്ട് കാലത്ത് അനന്തപത്മനാഭൻ തോപ്പ് എന്നറിയപ്പെടുന്ന ഈ ദ്വീപ് സ്വകാര്യ ഉടമസ്ഥയില്ല. 1970കളിൽ AC അന്തപ്രദ വ്യക്തിയുടെ ഉടമസ്ഥയില്ല. ഈ ദ്വീപ് ആ കാലത്ത് ഏകദേശം 14 തൊഴിലാളി കുടുംബങ്ങൾ താമസിച്ചിരുന്നു. എന്നാൽ 1979 കേരളത്തിൻ്റെ ഭൂരിപക്ഷ നിയമം നടപ്പിലാക്കുമ്പോൾ ഈ ദ്വീപ് സർക്കാർ ഏറ്റെടുക്കുക അവിടെ താമസിച്ചിരുന്ന തൊഴിലാളികളെ മുഹമ്മദ് പഞ്ചായത്തിൽ പുനർവസിപ്പിക്കുകയും ചെയ്തു. ഈ ദ്വീപ് ടൂറിസ്റ്റ് വകുപ്പിന് കൈമാറി. ഇന്ന് ഈ പതിരാമണലിൽ താമസിക്കുന്ന ഒരു സ്ഥലമല്ലായിരുന്നു പതിരാമണൽ. ഇപ്പോഴും താമസിക്കില്ല. പ്രധാന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഈ പതിരാമണൽ. 100 ദേശാടന പക്ഷികൾ വാസിക്കുന്ന ഒരു ഇടം കൂടിയാണ് ഇത് പതിരാമണൽ. ഇതൊക്കെയാണ് പതിരാമണലത്തിൻ്റെ ഐതിഹ്യം. മച്ചന്മാരെ, കുമരകം തണ്ണീർമുക്കം വണ്ടിയിടത്തിന് ഈ ദ്വീപ് സ്ഥിതി ചെയ്യപ്പെടുന്ന ബോട്ട് മാർഗം മാത്രമേ ഇവിടെ എത്താൻ സാധിക്കത്തുള്ളൂ. ബസ് വഴിയോ ഫ്ലൈറ്റ് വഴിയോ ഇവിടെ എത്താൻ സാധിക്കത്തില്ല. അതാണ് മറ്റൊരു പ്രത്യേകത. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള വീഡിയോ വാച്ച് ചെയ്യാം. പിന്നെ ഒരു കാര്യം, ആ ബോട്ടിലൊക്കെ ഡാൻസ് കളിച്ചായിരുന്നു. പക്ഷേ എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട് ഡാൻസ് കളിക്കുന്നു. പക്ഷേ ഈ ഫോൺ പിടിക്കാൻ ആളില്ല. അതുകൊണ്ട് വീഡിയോ എടുക്കാനും ഡാൻസ് കളിക്കാനും ഒരുമിച്ച് എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ടാണ് എനിക്ക് ഡാൻസ് കളിക്കാൻ ആഗ്രഹം. ഡാൻസ് കളിക്കാൻ സാധിച്ചില്ല. ഓക്കെ, അതൊന്നും പിടിച്ചാൽ ടൈം കളയുന്നില്ല. അപ്പോൾ പതിരാമണലിലെ വിശേഷങ്ങളോട്ടൊക്കെ മുന്നോട്ടൊക്കെ പോകും. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ പതിരാമണൽ ഒത്തിരി ഇഷ്ടപ്പെട്ടോടാ. ഞാനും ആലപ്പുഴക്കാരനെന്ന് പറയാനല്ലോ, ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് പതിരാമണൽ വരുന്നത്. ഞാനങ്ങനെ ഈ വൈക്കം ബണ്ടില്ലേ, വൈക്കം ബണ്ട്, അതുവഴി ബസ്സിലൊക്കെ പോകുന്ന നേരത്ത് നമുക്ക് ഈ പതിരാമണൽ കാണാൻ പറ്റും. പക്ഷെ ഇവിടെ ആദ്യമായിട്ടാണ് വന്നിരിക്കും. ഇതൊരു ചെറിയൊരു ദ്വീപാണ് കേട്ടോ, ചെറിയൊരു ദ്വീപാണ്. ഇവിടെ സംഭവിച്ചാൽ ഇവിടെ കുറേ ചതുപ്പ് കുഴികളൊക്കെ ഉണ്ടേ, ഇഷ്ടം വരെ ഉണ്ട്. അപ്പോൾ നമ്മൾ പോകാൻ ഇഷ്ടംപോലെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പോയി കഴിഞ്ഞാൽ വഴി തെറ്റരുത് എന്നുള്ളൂ എനിക്ക് പറയാൻ. വഴിതെറ്റി പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പിന്നെ കുട്ടികളായിട്ട് വരുമ്പോൾ ചതുപ്പ് നിലങ്ങളൊക്കെ ഉണ്ട്, ശ്രദ്ധിക്കുക. അതുങ്ങളൊക്കെ എടുത്ത് ചാടാനൊക്കെ ചാൻസ് ഉണ്ട്. ഇതെങ്ങ് താന്നു പോവും ചതുപ്പ് നില, അതുകൊണ്ടൊക്കെ സൂക്ഷിക്കുക. ഇതിന് മുന്നേ ഇതിന് 20 രൂപയായിരുന്നു ചാർജ്. ഇപ്പോൾ 50 രൂപയ്ക്കായിട്ട് ഒരു 30 രൂപയൊക്കെ ആയിട്ട് വർദ്ധിപ്പിച്ച്. അതിൽ ഒത്തിരി നന്ദിയുണ്ട് നമ്മുടെ പിണറായി സർക്കാരിനോട് എനിക്ക്. ഓക്കെ, പിന്നെ അപ്പോൾ ഇവിടുത്തെ കാഴ്ച, ഇവിടുത്തെ വേറെ കാഴ്ച, ഇവിടെ നല്ല തണുപ്പാട്ടോ, കുഴപ്പമില്ല. നല്ലൊരു അന്തരീക്ഷമാണ്. കൊള്ളാം, അടിപൊളി, സൂപ്പർ. കണ്ട മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോകുന്നത്. പിന്നെ ഇത് നമ്മുടെ ചതുപ്പ് നിലയങ്ങളൊക്കെ ഒത്തിരി ഉണ്ടേ. കണ്ടോ, ഇവിടെ നിന്നും നമ്മൾ വഴി തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. പല ഇഷ്ടംമാരെ ഊടുവഴികളുണ്ട്. അതൊന്നും തെറ്റിപ്പോയിരിക്കാൻ ശ്രമിക്കുക. പിന്നെ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു ശ്രീനാരായണ ദേവൻ്റെ ഒരു അമ്പലം വന്ന് തോന്നുന്നു. കറക്റ്റ് ദിവസമായിരുന്നത് ഇന്ന് ചതയ ദിവസമായിട്ടാണ് ഞാനിവിടെ എത്തിയേക്കുന്നത്. ഓക്കെ, നോക്കിയേ, നമുക്ക് അമ്പലമൊക്കെ കാണാം. കണ്ടോ, ഇതിൻ്റെ ചുറ്റൊക്കെ 4 സൈഡ് നദികൾ കേട്ടോ. മൊത്തം നദി മീൻസ് കായൽ, എന്താ പറയുന്നത്, കായലൊക്കെയാണ്. ഇത് കുട്ടികൾക്ക് കളിക്കാനുള്ള ഊഞ്ഞാലൊക്കെ ഉണ്ട്. അപ്പം എന്തായാലും ഞാൻ ഊഞ്ഞാല നടട്ടെ. അപ്പം ഞാൻ ഊഞ്ഞാലൊക്കെ ചാടിക്കൊണ്ടിരിക്കുക. കൊള്ളാം, നൈസ്, ബ്യൂട്ടി, കൊള്ളാം, സൂപ്പർ സൂപ്പർ സൂപ്പർ. ആഹാ, കൊള്ളാം, നൈസ്. അങ്ങോട്ട് പോലെ
ഉടുമ്പ് ഉടുമ്പ് ആണ് ഇത് ഉടുമ്പ് ഉടുമ്പ് ഉടുമ്പ്. ഇതാണ് ഉടുമ്പ് കേട്ടോ. ഈ സ്ഥലത്തെ പ്രത്യേകം നമ്മളെ പിടിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും വിട്ടു പോകത്തില്ല. അതൊക്കെ സൂക്ഷിക്കണം. ഉറുമ്പും കാര്യങ്ങൾ ഉടുമ്പ് സൂക്ഷിക്കണം. അപ്പോൾ അവിടെ ഉടുമ്പുണ്ടേ. അപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് ഒരാൾ ഒരു കഥ പറഞ്ഞ് ഈ പണ്ട് കള്ളന്മാർ ഉപയോഗിച്ചിരുന്ന സാധനമാണ് ഈ ഉടുമ്പെന്ന്. അതായത് അയാൾ പറഞ്ഞ് ഈ പണ്ട് അതായത് നമ്മുടെ നമ്മൾക്ക് കായംകുളം കൊച്ചുണ്ണികളൊക്കെ സമയങ്ങളിൽ ഈ ഉടുമ്പിനെ പിടിച്ചുകൊണ്ട് പോയിട്ട് മേളിൽ കൊണ്ടുപോയിട്ട് ഈ കയറെ കെട്ടിയിടും. എന്നിട്ട് താഴെ പോകുന്ന ആൾക്കാരുടെ ദേഹത്തിടുകയും പിന്നെ അതിൽ നിന്നുള്ള സാധനങ്ങൾ ഈ ബാണ്ടക്കെട്ടൊക്കെ അത് മുള്ളിപ്പിറിക്കും, അതായത് അള്ളിപ്പിടിച്ചിരിക്കും. പിന്നെ അത് കള്ളന്മാരെ അടിച്ചുകൊണ്ട് പോകും. അതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് കണ്ടോ, ഇവിടെയൊക്കെ ചതുപ്പ് നില, ഞാൻ പറഞ്ഞില്ലേ കണ്ടോ, ചതുപ്പ് നിലങ്ങളാണ്. ഇവിടെയൊക്കെ സൂക്ഷിക്കണം. പാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോ. അങ്ങോട്ട് വഴിയുണ്ടോയെന്ന് വെച്ചാൽ വഴിയുണ്ട്, പക്ഷെ തിരിച്ച് വരാനുള്ള പണിയുണ്ട്. വേണ്ട. ചെറിയ ഏർമാടോ കേട്ടോ, കുഴപ്പമില്ല. നൈസ്. വലിയ വ്യൂ കാണാനൊന്നുമില്ല. ഈ പാതിരമണ്ണിലെ ഒത്തിരി പാതിരമണ്ണിലെ അനേകായിരം പക്ഷികളുള്ള സ്ഥലം കേട്ടോ. പല തരത്തിലുള്ള പക്ഷികളുണ്ട്. അതാണ് ഈ പാതിരമണ്ണിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഞാനിപ്പോൾ നോക്കിപ്പോകുന്നുണ്ട്, എനിക്ക് പേടിയ പാമ്പ് ഉണ്ടോയെന്ന് എനിക്കത് കാണാതിരിക്കാൻ വഴിയില്ല, ഉണ്ടാവാം. അപ്പോഴൊരു പക്ഷി സാങ്കേതിക ഉള്ള ഇവിടെ മെയിനായിട്ട് അത് തന്നെ ഞാൻ പറഞ്ഞത്, പക്ഷികളുടെ ഏരിയ കേട്ടോ. പക്ഷികൾ ഇവിടെ, അതായത് നമ്മൾ ഈ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് അറിയാൻ പറ്റും, ഏറ്റവും കൂടുതൽ പക്ഷികൾ വസിക്കുന്ന ഒരിടമാണ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഈ കേരളത്തിൻ്റെ അകത്തുള്ള ആലപ്പുഴ ജില്ലയിലെ പാതിരാമണൽ. ഇവിടെ മാത്രമേ ഉള്ളൂ. അത് അപൂർവ ഇനം പക്ഷികളുള്ള ഈ പാതിരാമണലുണ്ട്. അതൊക്കെ വരുമ്പോഴേ ആ ഗൈഡ് ഇവിടെ ഉണ്ട്, അവരൊക്കെ പറഞ്ഞു തരുന്നുണ്ട് നമുക്ക്. ഓക്കെ, അതൊക്കെയാണ് ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങളൊക്കെ. ഇനി നമുക്ക് നമ്മൾ വന്ന ബോട്ടിൽ ചെന്ന് നമുക്ക് ഭക്ഷണം കിട്ടി, ബിരിയാണി. ഞാൻ എൻ്റെ അകത്ത്
3 ബിരിയാണി, ബിരിയാണി അല്ല, 3 ചോറും 2 കരിമീനും ഒരു ചിക്കൻ ഫ്രൈയും ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിക്കാം. പിന്നെ നമുക്ക് ബോട്ടിനകത്ത് തന്നെ ഈ എന്തുവാ സമൂസ, ചായ, നമുക്ക് വേണ്ട അത്യാവശ്യം ലഘു ഭക്ഷണങ്ങളൊക്കെ അതിലും കിട്ടും. സ്നാക്ക്, വെള്ളം എല്ലാം കിട്ടും. ബോട്ട് കുറേ പേര് കയറിയായിരുന്നു. KSRTC ടൂറിസ്റ്റോ അതോ അതിലും കുറേ പേര് കയറിയായിരുന്നു. എനിക്കറിയത്തില്ല, KSRTC ടൂറിസ്റ്റും കൊണ്ടുപോകുന്നുണ്ടോ എനിക്കറിയത്തില്ല. ഒട്ടേക്ക് അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമുക്ക് നമ്മുടെ ചാനലിൽ വരുന്നതാണ്, അത് അന്വേഷിക്കട്ടെ. അപ്പം മച്ചാന്മാരെ, അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. അപ്പം ഞാൻ പറഞ്ഞ നിങ്ങൾ ഒരിക്കലും കൂടി ഇവിടെയൊക്കെ വരണം. നല്ലൊരു സ്ഥലമാണ് ഇവിടുത്തെ. ഞാൻ പറഞ്ഞില്ലേ, മൊത്തം കാടാണ്, മനുഷ്യവാസം ഇല്ലാത്തൊരു സ്ഥലമാണ്. അതായത് മനുഷ്യന് താമസിക്കാൻ പറ്റത്തില്ല. ഇവിടെ അതിന് മാത്രം കാടുകളാണ്. പിന്നെ പാമ്പുണ്ടോന്നും എനിക്കറിയത്തില്ല കേട്ടോ. പിന്നെ പക്ഷികൾ, ഉള്ളി പക്ഷി, പിന്നെ വേറെ വല്ല ജീവികളൊക്കെ കാണുമായിരിക്കും. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇപ്പം നമ്മുടെ നാട്ടിൽ ചെറിയൊരു ചൂടുണ്ട്, പക്ഷേ ആ ചൂടിൻ്റെ എഫക്റ്റ് ഇവിടെ കാണിക്കുന്നില്ല. കുറച്ച് മൊത്തം മരങ്ങളല്ലേ. പിന്നെ വേറെ കാര്യം വെച്ചാൽ, ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ ഈ വെള്ളത്തിന്, അതായത് നടുക്കുള്ളൊരു കുഞ്ഞു ദ്വീപാണ്. മനസ്സിലായി? ഇത് 4 വശം വെള്ളത്താൽ ചുറ്റപ്പെട്ടൊരു സ്ഥലമാണ്. അതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. നമ്മൾ എന്നിട്ട് ഇവിടെ വേറെ കാഴ്ച, ചൂരല്ല ഇവിടെ ഒത്തിരി ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ഉള്ളത് കണ്ടൽക്കാടുകൾ, അത് ഒത്തിരി ഇവിടെ ഉണ്ട്. മൊത്തം എനിക്ക് 4 സൈഡും അത് ചുറ്റപ്പെട്ട് കിടക്കണം. അപ്പോൾ അതിൻ്റെ ഈ ദ്വീപിൻ്റെ സേഫ്റ്റി അതാണ്. കണ്ടൽക്കാടിനെ കുറിച്ച് പണ്ട് പഠിക്കാനൊക്കെ ഉണ്ട്, അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞ പേരമരം, ആഞ്ഞിലിമരം, പിന്നെ ഒത്തിരി ഔഷധ മരങ്ങളുണ്ട്, പിന്നെ ചന്ദന മരങ്ങളുണ്ട്, പിന്നെ രക്തചന്ദനമുണ്ട്, പിന്നെ അതൊക്കെ കുറേ മരങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളതൊക്കെ കണ്ട് സംഭവം പിടിക്കാൻ ഒത്തിരി മരുന്നുകളും, അതായത് അത്ഭുതം മരങ്ങളൊക്കെ ഇല്ലേ, റയറായിട്ടുള്ള മരങ്ങളും കുറേ ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ വേറെ കാര്യം വെച്ചാൽ, ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അത് വേറെ വൈബാണ്, ഇല്ലെന്ന് പറയുന്നില്ല. അത് ഇതൊന്നും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. എങ്കിലും ഓക്കെ, നോർമൽ ബഡ്ജറ്റുള്ളവർക്ക് ഇത് അടിപൊളിയാണ്, എനിക്കിഷ്ടപ്പെട്ടു. ഇപ്പം ഞാൻ സീ ബോട്ട് നമ്മൾ കൈനേരി പോകുന്നൊരു വീഡിയോ ഇട്ടായിരുന്നല്ലോ, ഇത് പക്ഷേ ആനയും ഉറുമ്പെന്നുള്ള വ്യത്യാസമുണ്ട് കേട്ടോ. ഇത് ഒരു ആഡംബര രീതിയിലുള്ള ഒരു യാത്രയാണ്. അതായത് 2 കോടി മുതൽ മുടക്കിൽ, അതായത് ഒരു ബോട്ടിന് 2 കോടി മുതൽ മുടക്കിൽ കേരള സർക്കാർ കൊണ്ടുവന്ന ഒരു സംരംഭമാണ് വേഗ ടു ബോട്ട് സർവീസ്. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് തേങ്ങ അല്ലെങ്കിൽ ഫുഡൊക്കെ റെഡിയാക്കി കഴിച്ച് നമുക്ക് ഫുഡൊക്കെ കഴിക്കാം. ഓക്കെ. ഇവിടെ നമുക്ക് പിന്നെ വേറെ കാര്യം, ഒത്തിരി ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. കപ്പിൾസിനും പിന്നെ ഫാമിലിക്ക് ആർക്കും കൊണ്ട് വന്നിരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇരിക്കുന്ന സ്ഥലം കണ്ടാ, കണ്ടോളൂ. അത്രയൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെയൊക്കെ അടിപൊളി സ്ഥലമാണ്. സംഭാരം കുഴപ്പമില്ലെന്ന് പറയാം. അവിടുന്ന് ഇവിടുന്ന് കഴിക്കാനോ? എവിടുന്ന് കഴിക്കാം.
ഇവിടെ പാട്ടുകളൊക്കെ നടക്കുമല്ലോ. നല്ല പാട്ടാ. ഇവിടെ നമുക്ക് ആദ്യം ഫസ്റ്റ് ഒരു ഗൈഡ് ഉണ്ടായിരുന്നല്ലോ, ആ പുള്ളിയുടെ പാട്ടാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ലോകപ്രസിദ്ധ ടൂറിസം കേന്ദ്രമായ കുമരകത്തിന്റെ തീരങ്ങളിലൂടെയാണ്. കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറേ അതിരാണ് വേമ്പനാട് കായലിന്റെ കിഴക്കേ അതിർ. നേരത്തെ നമ്മൾ കുറച്ച് റിസോർട്ടുകളും വില്ലകളും കോട്ടേജുകളും ഒക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ്. റാഡിസൺ ഗ്രൂപ്പിന്റെ സൂര്യ എന്നുള്ള പഞ്ചനക്ഷത്ര ഹോട്ടൽ സമുച്ചയത്തിന്റെ ഈ കായൽ ഭാഗത്തു നിന്നുള്ള കാഴ്ച ചിലരെങ്കിലും കണ്ടു കാണുമെന്ന് കരുതുകയാണ്. ഈ ഒരു തീരപ്രദേശം മുഴുവൻ ഇന്റർനാഷണൽ ഗ്രൂപ്പുകളുടെ വില്ലകളും പിന്നെ ഹൗസ് ബോട്ട് എന്ന് പറഞ്ഞ സംഭവം അത് വേറെ വൈബാണ്. പക്ഷേ ഇത് വൈബ് തന്നെ പൊളിയാ. കുറച്ച് പാട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മൾ ഓരോ സ്ഥലങ്ങളിലെ ഒരു ഗൈഡ് ഉണ്ട്. അവർ നമുക്ക് അലസ്മെൻറ്റ് ചെയ്തു ഇന്ന സ്ഥലമാണ്. ഇതിപ്പോൾ പമ്പ നദി കൂടി ഒക്കെ കുറേ അതുവഴി കണക്ട് ചെയ്തൊക്കെയാണ് നമ്മൾ വന്നത്. അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ പോയി. എനിക്കൊന്നും പറയാനില്ല, കൊള്ള അടിപൊളി എന്ന് എനിക്ക് പറയാനുള്ളൂ. വേറെ കാര്യം വെച്ചാൽ ഇതിൻ്റെ അകത്ത് നമുക്ക് വെള്ളം ഫ്രീ ആണ്. പിന്നെ ഇപ്പോൾ നമ്മൾ എ സി എടുത്തല്ലോ, എ സി ഇരിക്കുന്ന മിക്കവാറും ഓൺ അടിച്ച് പോയിരിക്കും. കാരണം എല്ലാവരും പാട്ടും മേളമൊക്കെ അടിച്ച് പൊളിക്കുക. ഹൗസ് ബോട്ട് ഇതും കമ്പയർ ചെയ്യുമ്പം ഹൗസ് ബോട്ട് ഞാൻ പോയിട്ടുണ്ട്. കമ്പയർ ചെയ്യാൻ നേരത്ത് ഹൗസ് ബോട്ട് ഓക്കെ, ഇതും ഓക്കെ. രണ്ട് വൈബാണ് കേട്ടോ. എന്തായാലും വേഗ ബോട്ട് അടിപൊളി എന്ന് എനിക്ക് പറയാം, മാസം എന്ന് എനിക്ക് പറയാനുള്ളൂ. കൊള്ളാം, എൻജോയ് മാക്സിമം ഞങ്ങൾ എൻജോയ്മെൻറ്റ് ചെയ്ത്. അപ്പോൾ എനിക്കൊന്നും പറയാം, ഇനിയും നിങ്ങൾ നമ്മുടെ ജലഗതാഗത വകുപ്പിനെ വേഗ 2നെ ഇതിൽ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ ഇതിലേക്ക് തന്നെ വരണം. കാരണം ഹൗസ് ബോട്ടിൽ പോകാൻ പൈസ ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ അതിന് തത്തുല്യം എന്ന് പറയത്തില്ല, അതിന് തുല്യമായ രീതിയിൽ നമുക്ക് അതിനുള്ള ആഡംബര ബോട്ടാണിത്, ഫെസിലിറ്റിയാണ്. ഞാൻ നിങ്ങൾക്ക് വീഡിയോസിൽ കണ്ടുകാണല്ലോ. ആ രീതിയിൽ നിങ്ങൾക്ക് എ സി എങ്കിൽ എ സി, നോൺ എ സി എല്ലാം സെറ്റ് നിങ്ങൾക്ക് അടിച്ച് പൊളിക്കാം. സീ ബോട്ട് കണക്കല്ല, ഇത് വേറെ വൈബാണ്, മനസ്സിലായോ? ഓക്കെ മച്ചന്മാരെ, അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് അടിക്കുക, കമൻറ്റ് അടിക്കുക. പിന്നെ പുതിയതായിട്ട് വരുന്നവർ നമ്മുടെ കുഞ്ഞു കൂട്ടുകാരാണെങ്കിൽ ഉടനെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ താഴെ കിടന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യണം, മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെ ഉള്ളു. അപ്പം ഞാൻ അടുത്ത ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് ഉടനെ നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ ബൈ.